Okay, then now we'll go to lesson 5, food and digestion. Lesson 5, food and digestion. Lesson 4 ടെസ്റ്റ് ഞാൻ എടുക്കുന്നതായിരിക്കും അടുത്ത ക്ലാസ്സിൽ. Lesson 4 ക്ലാസ് ടെസ്റ്റ് on Monday. ഓക്കെ, ലെസൺ 4 ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും മൺഡേയിൽ. You have to remind me. Okay. Okay. And then food and digestion. Let us see. All living things need food. Food gives us energy. It also helps us to grow and stay fit and healthy. And then again, all living things need food. Did you all have your breakfast? Yes, Sridev, what happened to you? Please unmute. Adaptation help animals into the data. Adande Chapter of leak. Class teacher. Eda mane? Okay. Few more exercises are left, isn't it? Illa Devapriya? How do these adaptation? Adu edithalle? Eda mane? 4, 5, 6. Okay, sucker of a leech. എഴുതിയിട്ടില്ല? ഇല്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ക്ലാസ് കുറച്ച് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമുക്ക് എഴുതാം കേട്ടോ. ലെസൺ കുറച്ചല്ലേ ഉള്ളൂ, ഓരോ സെന്റൻസ് എഴുതാനുള്ളൂ അതിനെക്കുറിച്ച്. അപ്പൊ നമുക്കത് ചെയ്യാം. ഈ ക്ലാസ് ജസ്റ്റ് നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് എഴുതാം കേട്ടോ. ആ 3 എണ്ണല്ലേ ഉള്ളൂ. ഓക്കെ, ഗുഡ്, താങ്ക്സ് ഫോർ റിമൈൻഡിങ്. ഓക്കെ, ശ്രീദേവ് മാത്രമേ അത് ഓർത്തുള്ളൂ, ബാക്കി ആരും ഓർത്തില്ല. ഓക്കെ, എന്തോ ആഷിനെ ചിരിക്കുന്നേ? ആഷിൻ ഈസ് ലാഫിങ്. Okay. Then all living things need food. Food gives us energy. It also helps us to grow and stay fit and healthy. We all know that, alle? All the living things need food. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ. പിന്നെയോ, food gives us energy. അല്ലേ? We get energy from this food. Okay. It also helps us to grow and stay fit and healthy. Okay. Our diet usually consists of milk, rice, wheat, pulses, vegetables, and curd. Some of us eat meat, fish, and eggs also. അല്ലേ? നമ്മുടെ ഫുഡിൽ മെയിനായിട്ടും അടങ്ങിയിട്ടുള്ള ഐറ്റംസ് ആണ് ഈ പറഞ്ഞതൊക്കെ. ഏതൊക്കെയാണ്? മിൽക്ക്, റൈസ്, വീറ്റ്, പൾസസ്, വെജിറ്റബിൾസ് ആൻഡ് കേർഡ്. സം ഓഫ് us eat meat, fish and egg also. അല്ലേ? മിൽക്ക് നിങ്ങൾ കഴിക്കാറുണ്ട്, റൈസ്, പിന്നെന്താ, വീറ്റ്, പൾസസ് അല്ലേ, ധാന്യങ്ങളും ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്. വെജിറ്റബിൾസ് ആൻഡ് കേർഡ്. ഓക്കെ, പിന്നെ ചില ആൾക്കാര് ഫിഷും മീറ്റും കഴിക്കാത്ത ആൾക്കാരുണ്ട്, എന്നാൽ കുറെ ആൾക്കാര് കഴിക്കുന്നവരുണ്ട്. The food we eat contains substance that keep our body healthy. Yes, the food we eat contains substances that keep our body healthy. Yeah, the food which we eat, okay, that contains the substances which are needed for our body to be healthy. നമ്മുടെ ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും എന്തിൽ അടങ്ങിയിട്ടുണ്ട്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അടങ്ങിയിട്ടുണ്ട്. These substances are called nutrients.
അപ്പോൾ ഈ സബ്സ്റ്റൻസസ് നമ്മുടെ ഫുഡിൽ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമുക്ക് ആരോഗ്യം തരുന്ന ആ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ന്യൂട്രിയൻസ് ഗിവ് us എനർജി. Some help us grow, some protect us from diseases. Okay. Nutrients. Okay, these nutrients, some nutrients give us energy, some help us to grow, some protect us from diseases. അല്ലേ? അസുഖങ്ങൾ ഉണ്ടാകുന്നതിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. Okay, so the food which we eat contains substances that keep our body healthy. അല്ലേ? നമ്മളെ ബോഡിയെ, നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യമുള്ള ശരീരമാക്കി മാറ്റുന്നതിന് ആവശ്യമായ എല്ലാ വസ്തുക്കളും എന്തിലുണ്ട്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ ദീസ് സബ്സ്റ്റൻസസ് ആർ കോൾഡ് ന്യൂട്രിയൻസ്. അതിലടങ്ങിയിരിക്കുന്ന ആ സബ്സ്റ്റൻസസിനെയാണ് ന്യൂട്രിയൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ന്യൂട്രിയൻസ് ഗിവ് us എനർജി. Some help us grow, some protect us from diseases. Okay. Okay. Then nutrients in food. Foodil അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. The nutrients that our body needs: carbohydrates, fats, proteins, vitamins and minerals. Okay. The nutrients that our body needs are. ഓക്കെ, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ് വേണം, ഫാറ്റ്സ്, പ്രോട്ടീൻ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഓക്കെ, ദീസ് ആർ ദ ന്യൂട്രിയൻസ് our body needed in order to keep us healthy. Okay, and then from where do our body get these nutrients? From the food which we eat. Okay, okay, did you understand the thing? Our body needs nutrients in order to, എന്തൊക്കെ കാര്യത്തിനാ? In order to give energy and to grow and to protect us from diseases. അപ്പോൾ from where do our body get these nutrients? From the food we eat. Okay, then which are the nutrients that our body is in need of? നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, proteins, vitamins and minerals. These are the nutrients our body is in need of. Then first let us see carbohydrates. Okay, cereals like rice, wheat, jowar, ragi and maize are rich in carbohydrates. Banana and potato too have plenty of carbohydrates. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിരിക്കുന്ന ഫുഡ് ഓക്കെ ഏതൊക്കെയാണെന്ന് ആണിപ്പോൾ പറഞ്ഞത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ from which food do we get the carbohydrates? We get carbohydrates from cereals like rice, wheat, jowar, ragi and maize. These are rich in carbohydrates. Okay, then banana and potato too have plenty of carbohydrates. ബനാനയിലും പൊട്ടാറ്റോയിലും നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ആയ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. Carbohydrates, which include starch and sugar, are energy giving nutrients. Yes, these carbohydrates are also called as energy giving nutrients. Okay, the carbohydrates which include starch and sugar are energy giving nutrients. Starch and sugar includes in carbohydrates, and this carbohydrate is also called as energy giving. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എനർജി കിട്ടുന്നത് ഏത് ന്യൂട്രിയന്റിൽ നിന്നാണ്? ഫ്രം കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, സോ the people who do much physical work, അല്ലെ, ഒരുപാട് വലിയ ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് they need more carbohydrates. Okay, rice, wheat and potato contain starch. People who do a lot of physical work need more carbohydrates. അല്ലെ, നമ്മുടെ പറമ്പിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് അല്ലെ, അവർക്കൊക്കെ they need more carbohydrates. Why? Because they need energy in order to do the work, അല്ലെ, so that they have to eat more. They eat rice, wheat and potato and so on. Okay, is that clear?
Ashin, is it clear? Yeah. So, what did we learn today? What did we learn? We spoke about food and digestion, alle? That we said that our body needs what? Our എന്താണ് in order to make us healthy and to protect us from many diseases. Our body needs nutrients. Okay. And from where do our body get these nutrients? From the food food that we eat. From the food that we eat. So the first one we learned is carbohydrate. The nutrients in food. Which are the nutrients that our body gets through the food? അത് നമ്മൾ കണ്ടു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ന്യൂട്രിയൻസ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടു. കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, proteins, vitamins and minerals. In that we saw first about carbohydrates. Cereals like rice, wheat, jowar, ragi and maize are rich in carbohydrates. Banana and potato too have plenty of carbohydrates. Then carbohydrates, which include starch and sugar, is also known as energy giving nutrient. Rice, wheat and potato contain starch. People who do a lot of work need more carbohydrates. Okay. Why do the people, those who do more physical work, need more carbohydrate? എന്തുകൊണ്ടാണ് physical work ചെയ്യുന്ന ആൾക്കാർക്ക് carbohydrates കൂടുതൽ വേണമെന്ന് പറയാൻ കാരണം? Because it gives energy. This is energy giving nutrient. Okay, that's why they need more carbohydrates so that they eat more. Okay. Up to there, did you all understand up to there? അവിടെ വരെ നിങ്ങൾക്ക് മനസ്സിലായോ? If you have understood, please give me the thumb. Okay. Now you may please take your notebook. Please take the notebook. We will write down the rest. Okay, which is the first question? First one, sucker of a leech. Okay. The sucker of a leech helps it to suck food from other living animals.
living animals. The sucker of a leech helps it to suck food from other living animals. Next one. Feathers of a penguin. The feathers of a penguin the feathers of a penguin are modified into fur, which protects it from the cold. Okay. Stripes of a zebra. Stripes of a zebra. Next one. Did you finish up to there writing? Okay. Did you finish writing? Sixth one.
the stripes of a zebra help it to merge with its surroundings so that it becomes difficult for other animals to notice it. Okay, did you all finish up to there? Did you finish writing? Okay. What happened to Devanjana? You haven't finished? Please unmute. മിസ് ഇപ്പൊ എഴുതിയത് പരീക്ഷയൊക്കെ വരുവാ Ah. Yes. നമ്മുടെ നോട്ടിൽ എഴുതിയ എല്ലാ എക്സസൈസും പഠിക്കുക കേട്ടോ അടുത്ത ക്ലാസ് ടെസ്റ്റ് കഴിയുമ്പോൾ. ഓക്കെ. So everybody's notes are
completed up to lesson 4, isn't it? ആരുടെയെങ്കിലും notes lesson 4 വരെ ആവാത്തതുണ്ടോ? Yeah. Kriba, your note is not completed? Yes, okay. Up to lesson 4 notes ആയവരുടെ തമ്പ് തന്നെ മിസ്സിന്. Up to lesson 4 notes complete ആയി എല്ലാവരുടെയും തമ്പ് തന്നെ. ആൻഡ്രോസിന്റെ നോട്ട്സ് കംപ്ലീറ്റ് അല്ലേ? ഓക്കെ ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, ഇനഫ്. അഷിൻ, ഓക്കെ. Okay then, we'll come back to the lesson once again. So we learned about carbohydrates. We said that the carbohydrate is also known as energy giving nutrient. Therefore, the people who do lots of physical work need more carbohydrates. Okay. So from which all the food items do we get the carbohydrates? We get carbohydrates from rice, wheat, jawar, ragi and maize. So again, look at the next one. The next nutrient that we get from the food is fats. Okay, fat. Let's see what it is. Fats also give us energy. Fats also give us energy. They help to keep our body warm. നമ്മുടെ ശരീരം നല്ല വാം ആക്കി വെക്കുന്നതിന് ഈ ഫാറ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. Extra fat is stored in the body under the skin for future use. Okay, so the extra fat. What is Devanjana? What are you telling me? Are you telling me something? They help to keep our body warm. പറഞ്ഞില്ലേ? Okay, അതെല്ലാം വിട്ടുപോയോ? Okay. Okay, they help to keep our body warm. നമ്മുടെ ശരീരം നല്ല warm ആക്കി വെക്കുന്നതിന് it helps. Then extra food is stored in the body under the skin for future use. Butter, nuts, oil are rich in fat. Okay, നമ്മുടെ ശരീരത്തിന് നമുക്ക് ആവശ്യമുള്ള ഫാറ്റ് കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഏതൊക്കെ? ബട്ടർ, നട്ട്സ്, ഓയിൽ. Fats are also called energy giving nutrients. ഫാറ്റിനെയും നമ്മൾ എന്തെന്ന് വിളിക്കുന്നുണ്ട്? എനർജി ഗിവിംഗ് ന്യൂട്രിയന്റ് എന്ന് വിളിക്കുന്നുണ്ട്. Okay, so carbohydrate and fats both are known as energy giving nutrient. Okay, only 2 points I am taking today, that are carbohydrate and fats. So these both are also called as energy giving nutrient. And from which all the food items do we get the carbohydrates? We get carbohydrates from cereals, like rice, wheat, jawar, ragi and maize. Okay, and then banana and potato also. Okay, then the people who do a lot of physical work need more carbohydrates. And then about fats are also known as energy giving nutrients. And from where do we get the fats? We get it from butter, nuts, oil. Okay, so then in the next class when you come, don't forget you will have a class test. Okay, you have to read the lesson textbook also and notebook. Notebook ചെയ്തിട്ടുള്ള എല്ലാ എക്സസൈസ് പഠിച്ചിട്ട് വേണം
ക്ലാസ്സിൽ വരാം. ഓക്കെ, okay, we'll wind up the class then today's. No, wait one second. I haven't taken your attendance. I haven't taken the attendance. Okay, let me take your attendance. Adidev. Adidev, Suryadev, Sridev Krishna, Sarah, Fatima M, Devanjana, Fatima Mehfoosa, Aaron, okay, Abdul Bazid, Muhammad Shamil, Ashin, Kriba, Seba, Andros, Christy Sindo, Sinan, Devapriya. Okay. So then, okay, bye. See you in the next class. Good.